സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫിഷ് കട്ട്ലേറ്റ് ആണ്. മാംസമുള്ള ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായ രീതിയിലാണ് മീൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മീൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. 200 ഗ്രാം വലിയ മീനിൻ്റെ പീസ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകയാണ്. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മീൻ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് 3 കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫോർക്ക് കൊണ്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ കട്ടകൾ ഒട്ടും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുക്കണം. വേവിച്ച് വെച്ച മീനെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കടിക്കാത്ത രീതിയിൽ ചെറുതായി വേണം അരിഞ്ഞെടുക്കാൻ. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് കളർ മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന മീനും കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയും മീനും കിഴങ്ങും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തതും ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസും എടുത്ത് വെക്കാം. കട്ട്ലേറ്റിനുള്ള മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് നല്ലവണ്ണം ഉരുട്ടി ഷേപ്പാക്കിയ ശേഷം എണ്ണ പുരട്ടിയ മറ്റേ കൈയിലേക്ക് വെച്ച് 2 കൈ കൊണ്ടും അമർത്തി കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. സൈഡ് വശം എല്ലാം പൊട്ടിപ്പോകാതെ ഇതുപോലെ കൈ കൊണ്ടേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കട്ടിക്ക് വേണം കട്ട്ലേറ്റ് റെഡിയാക്കിയെടുക്കാൻ. ഷേപ്പ് ചെയ്ത കട്ട്ലേറ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലേറ്റ് എല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. കട്ട്ലേറ്റ് ഓരോന്നും മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ നല്ലവണ്ണം പൊതിഞ്ഞെടുക്കണം. ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 1-2 പ്രാവശ്യം കട്ട്ലേറ്റ് തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ആക്കിയെടുക്കാം.
കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈ രീതിയിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റായ ഫിഷ് കട്ട്ലേറ്റ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളും ഈ രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.